വീട്ടിലുറങ്ങിക്കിടന്ന 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചതിന്റെ ഞെട്ടലിലാണ് കേരളം. ഇന്നും ഒരു കുട്ടി ശുചിമുറിയിൽ വെച്ച് പാമ്പുകടിയേറ്റ് ചികിത്സയിലാണ്. ഇത് ഏറെ ആശങ്കപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാവുന്നത്. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂട് ഇതിന് വലിയ ഒരു കാരണം തന്നെയാണ്. ചൂട് കടുക്കും തോറും ഈർപ്പം തേടി വീടുകൾക്കുള്ളിലും പരിസരത്തും പാമ്പുകൾ എത്തുന്നു. അതിനാൽ തന്നെ ജാഗ്രത വേണമെന്നാണ് വന്യജീവി സംരക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ശീതരക്ത ജീവികളായ പാമ്പുകൾ ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിലേക്ക് എത്തും. വീട്ടുവളപ്പിലെ ചെടിച്ചട്ടികൾ, കുളിമുറികൾ, തറയോടുകൾക്കിടയിലെ വിള്ളലുകൾ, നനവുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ താമസമാക്കുകയും ചെയ്യും. ഇനി പാമ്പുകടി ഏൽക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. പാമ്പുകടി ഏൽക്കുന്നത് ഭൂരിഭാഗവും രാത്രി സമയങ്ങളിൽ, അതും പുറത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ വെളിച്ചത്തോടെ സഞ്ചരിക്കുക എന്നതാണ് പ്രധാനം. മറ്റൊന്ന്, പാമ്പുകൾ വീടിനു പരിസരത്തോ അകത്തോ കയറുന്നത് ഒഴിവാക്കുക എന്നതാണ്. ഇതിനായി സാധനങ്ങൾ ഏറെ നാൾ കൂട്ടിയിടാതിരിക്കുക. പ്രത്യേകിച്ചും പാമ്പുകൾക്ക് ചൂട് ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വിറകും മറ്റും അടുക്കി വെച്ചാൽ തന്നെ അത് വീടിന് പുറത്ത് വയ്ക്കുകയും അടിക്കടി ഈ ഭാഗം വൃത്തിയാക്കുകയും ചെയ്യുക. വാതിലുകളുടെയും ജനലുകളുടെയും അടിയിലെ വിള്ളലുകൾ, പൈപ്പ് ലൈനുകൾ എന്നിവ വഴി പാമ്പുകൾക്ക് അകത്തു കടക്കാം. അതിനാൽ ഇവ അടച്ചെന്ന് ഉറപ്പാക്കുക. പുറത്ത് നിർബന്ധമായും പാദരക്ഷകൾ ഉപയോഗിക്കുക. രാത്രി സഞ്ചരിക്കുമ്പോൾ ടോർച്ച്, മൊബൈൽ ഫ്ലാഷ് ലൈറ്റ് എന്നിവ കരുതുക. വീടിനുള്ളിലോ പുറത്തോ പാമ്പിനെ കണ്ടാൽ പാമ്പ് പിടുത്തക്കാരെയോ വനം വകുപ്പിനെയോ ബന്ധപ്പെടുക. പാമ്പുകടിയേറ്റാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ശ്വാസോച്ഛ്വാസം നൽകുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരുവിധം പാമ്പുകടിയിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്.